തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. തങ്കളം കാക്കനാട് പാത ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ വ്യാഴാഴ്ച. നാലുവരിപ്പാത ഉപേക്ഷിക്കുവാൻ സർക്കാർ എടുത്ത തീരുമാനം കോതമംഗലം MLA അനാസ്ഥയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തങ്കളം കാക്കനാട് നാലുവരിപ്പാത ഉപേക്ഷിക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം കോതമംഗലം MLA അനാസ്ഥയാണെന്ന് കോൺഗ്രസ്. കോതമംഗലത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ വികസന സാധ്യതയുണ്ടായിരുന്ന തങ്കളം കാക്കനാട് പാത കഴിഞ്ഞ 10 വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ ഇപ്പോൾ ഉപേക്ഷിക്കുവാൻ സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ വലിയ നഷ്ടമാണ് വരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27 കിലോമീറ്റർ നീളവും 30 മീറ്റർ വീതിയും ക്രമപ്പെടുത്തി 2006 ഉപഗ്രഹ സർവേ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച തങ്കളം കാക്കനാട് പാതയുടെ ആദ്യ റീച്ച് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ചെങ്കിലും പിന്നീട് വന്ന LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഒന്നും ചെയ്യാതെ പദ്ധതിയുടെ തികഞ്ഞ അവഗണനയാണ് കാണിച്ചതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു എൽദോസ് എന്നിവർ കുറ്റപ്പെടുത്തി. 2012 ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ആദ്യമായി പണം അനുവദിക്കുന്നത്. 5 കോടി രൂപ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന് അനുവദിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് രണ്ടാമത് 10 കോടി രൂപ 2015 ഈ പദ്ധതിക്ക് വേണ്ടി വീണ്ടും അനുവദിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോയി സർവേ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ DPR തയ്യാറാക്കുന്ന സമയത്ത് ഏകദേശം 25.32 ഹെക്ടർ സ്ഥലമാണ് ഈ പദ്ധതി നിർദ്ദിഷ്ട ഈ പാതയ്ക്ക് ആവശ്യമായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അത് 2011-16 UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ അതിന്റെ ആദ്യഘട്ട പരിപാടികൾ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഏകദേശം 3.5 ഏക്കറോളം സ്ഥലം അതിനെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ആദ്യ റീച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഭാഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് അതിൻ്റെ പെരിയാർ വാലിയുടെ കനാലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇളമ്പ്ര ഭാഗത്തൊക്കെ ചില പാലങ്ങളൊക്കെ തീർത്ത് അതിൻ്റെ ആദ്യഘട്ടം 27 കിലോമീറ്റർ കോതമംഗലത്ത് നിന്ന് കാക്കനാടിന് എത്താൻ 27 കിലോമീറ്റർ ദൂരം എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു മലയോര മേഖല എന്നുള്ള രീതിയിൽ ഈ നാടിന് ഉണ്ടാകുന്ന ഒരു വലിയ സാധ്യത അതാണ് ലാഗ് ചെയ്ത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ MLA കോതമംഗലം നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ 10 വർഷമായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് MLAക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മൂവാറ്റുപുഴ കാക്കനാട് പുതിയ റോഡിന്റെ അലൈൻമെന്റുമായി ഈ റോഡിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച തങ്കളം കാക്കനാട് പാത എന്നുള്ളത് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. 10 വർഷമായിട്ടും MLA പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നമ്മുടെ ബൂത്താങ്കട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IT പാർക്കിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു വൈകുന്നേരം കോതമംഗലത്തെ ബൂത്താങ്കട്ടിൽ വന്നു പോകാനൊക്കെ നിമിഷ നേരം കൊണ്ട് വന്നു പോകുന്ന വലിയൊരു പദ്ധതിയായിരുന്നു ഇത്. ഈ MLAയുടെ കഴിവുകേടും ഈ MLAയുടെ ഒരു അദ്ദേഹത്തിന്റെ ചിന്താശക്തിക്കുള്ള ഒരു കുറവുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്കറിയാം റിംഗ് റോഡ് പോലുള്ള റിംഗ് റോഡൊക്കെ മണൽ വിരിച്ച് നിർത്തിയേക്കുക. ഇതിപ്പോ ഈ 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വരെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഈ 9.5 വർഷമായിട്ട് ഈ MLAക്ക് കോതമംഗലത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനും പറ്റിയിട്ടില്ല. ഈ അവസാന നിമിഷം ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടാൽ ഇവിടുത്തെ റോഡിന്റെ വികസനമാണ്, രാജ്യത്തിന്റെ വികസനമാണ്, ഈ കോതമംഗലത്തിന്റെ വികസനമാണെന്നൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സല്ല കോതമംഗലത്തെ ജനങ്ങളുടെ. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5-ാം തീയതി ഈ MLAയുടെ പരാജയം എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടികൾ വെച്ചിട്ടുള്ളത്. കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്ന തങ്കളം കാക്കനാട് പാത ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച 10-ന് PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.